നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. നോക്കാം പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി CPM. അപലപിച്ചുള്ള പ്രസ്താവനയിൽ ഇസ്ലാമിക ഭീകരതയെപ്പറ്റി പരാമർശിച്ചില്ല. പ്രസ്താവന ഇറക്കിയത് ഭാരതത്തിലടക്കം ഉയരുന്ന പ്രതിഷേധത്തിന് പിന്നാലെ. വയനാട് ദുരന്തം പഠിക്കാൻ UN സഹായം തേടാൻ സംസ്ഥാന സർക്കാർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണമെന്ന മുഖ്യമന്ത്രി. നീക്കം കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന കേന്ദ്ര ഇന്റലിജൻസ്. ജനം ബ്രേക്കിംഗ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം വയനാട്ടിൽ. ദുരന്തബാധിത മേഖലകൾ വാസയോഗ്യമോ എന്ന് പരിശോധിക്കും. തിരച്ചിൽ തുടരുന്നു. ചാലിയാറിൽ നിന്ന് ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കത്തോലിക്ക സഭ. വഖഫ് ബോർഡിനെ ഭരണഘടനയുടെ പരിധിക്ക് നിർത്തണം. അധികാര പ്രയോഗത്തിന് കടിഞ്ഞാണിടണമെന്നും ദീപികയിൽ ലേഖനം. വഖഫ് ട്രൈബ്യൂണലിൽ സ്വതന്ത്ര ജുഡീഷ്യറി അനിവാര്യമെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ. ഹിൻഡൻബർഗിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് BJP. കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് രാജ്യത്തെ തകർക്കാനുള്ള ജോർജ് സോറസിന്റെ ടൂൾ കിറ്റ്. ഇന്ത്യൻ ഓഹരി വിപണി തകർക്കാൻ നീക്കമെന്നും രവിശങ്കർ പ്രസാദ്. വിവരാവകാശ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സംസ്ഥാന സർക്കാർ. സ്വമേധയാ വെളിപ്പെടുത്തേണ്ട വിവരങ്ങൾ വെബ്സൈറ്റുകളിൽ പരസ്യപ്പെടുത്താതെ വിവിധ വകുപ്പുകൾ. 2005 നിലവിൽ വന്ന വ്യവസ്ഥകൾ 19 വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കിയില്ല. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങളിൽ അധികവും കാലപ്പഴക്കം ചെന്നവ. 10% വാഹനങ്ങൾക്കും 15 വർഷത്തിലധികം പഴക്കം. കൂടുതൽ പഴയ വാഹനങ്ങൾ ആരോഗ്യവകുപ്പിൽ. പുതിയ വാഹനങ്ങൾ വാങ്ങാത്തത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമെന്ന വിലയിരുത്തൽ. റിപ്പോർട്ടുകളിലേക്ക്. ജമാഅത്തെ ഇസ്ലാമിയെ തൊടാതെ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെ അപലപിച്ച CPM. പ്രസ്താവനയിലെങ്ങും ഇസ്ലാമിക ഭീകരതയെപ്പറ്റി പരാമർശമില്ല. കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ജമാഅത്തെ ഇസ്ലാം ഭീകരർ കൊന്ന് കെട്ടിത്തൂക്കിയതിനെ പറ്റിയും പ്രസ്താവനയിൽ പരാമർശമില്ല. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ ഭാരതത്തിൽ വൻ പ്രതിഷേധമുയരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഒടുവിൽ CPIM ന്യൂനപക്ഷ ആക്രമണത്തെ അപലപിച്ച് പ്രസ്താവന ഇറക്കിയത്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമം അവസാനിപ്പിക്കാൻ ഇടക്കാല സർക്കാർ നടപടിയെടുക്കണമെന്നും കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും CPIM ആവശ്യപ്പെട്ടു. എന്നാൽ പ്രസ്താവനയിലെങ്ങും ജമാഅത്തെ ഇസ്ലാമിയെപ്പറ്റി പറയുന്നേയില്ല. ഇസ്ലാമിക ഭീകരത എന്ന വാക്കുപയോഗിക്കാതെയാണ് പോളിറ്റ് ബ്യൂറോ സംഭവത്തെ അപലപിച്ചത്. ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ പ്രദീപ് കുമാർ ഭൗമിക് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയിരുന്നു. ഇതേപ്പറ്റി പോലും മിണ്ടാൻ CPIM തയ്യാറല്ല. ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകളുമായുള്ള CPIMന്റെയും മറ്റ് ഇടത് സംഘടനകളുടെയും ബന്ധമാണ് ഈ പ്രസ്താവന ഓർമ്മപ്പെടുത്തുന്നത്. ജനം, ഡൽഹി. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ വിമർശിച്ച് തസ്ലിമ നസ്രീൻ. ഇടക്കാല സർക്കാർ മതേതര സർക്കാരല്ല. ഖുർആൻ ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്താൽ എങ്ങനെ മതേതര സർക്കാരാകുമെന്നും തസ്ലിമ നസ്രീൻ ചോദിച്ചു. ചാലിയാറിൽ ഇന്ന് നടത്തിയ തിരച്ചിലിൽ 2 ശരീരഭാഗം കണ്ടെത്തി. മുണ്ടേരി ഇരുട്ടുകുത്തിയിലും കൊട്ടുപാറയിലുമാണ് ശരീരഭാഗം കണ്ടെത്തിയത്. ദുരന്ത ഭൂമിയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് പരിശോധന നടത്തും. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ ജനവാസം സാധ്യമാണോ എന്നറിയാനാണ് പരിശോധന. സൂചിപ്പാറ, പരപ്പൻപാറ എന്നിവിടങ്ങളിലും പരിശോധന തുടരും. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് തിരച്ചിൽ തുടരുന്നത്. ആർമി, SOG, തണ്ടർ ബോൾട്ട് തുടങ്ങിയവരും സംഘത്തിലുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS സോണൽ കൃഷ്ണയും ചേരുകയാണ്. ആദ്യം സോണൽ കൃഷ്ണയിലേക്ക് പോകുന്നു. സോണൽ, ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ ഒരു അവസ്ഥയുണ്ട് ചാലിയാറിൽ നിന്ന്. അവിടെ കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. സോണലിലേക്ക് എത്താം. അർജുനിലേക്കാണ് പോകുന്നത്. അർജുന, ഇന്നും തിരച്ചിൽ അവിടെ ഊർജിതമായി നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? പോലെ ഊർജിതമായ ഒരു തെരച്ചിൽ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നേരത്തെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഇന്ന് നടക്കുന്നില്ല. ജനകീയ തെരച്ചിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങ് ചെറിയ ടീമുകളായി തിരിഞ്ഞ് ഇവിടെയുള്ള ഫോഴ്സുകൾ ആ തെരച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ തന്നെ ADGP നമ്മളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്
ഈ ഒരു തെരച്ചിൽ ഇപ്പോൾ ഉള്ള പുഞ്ചിരിമട്ടം അല്ലെങ്കിൽ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല ഭാഗത്തെ തെരച്ചിൽ ഏകദേശം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഉള്ളത്. അവസാന ഘട്ടത്തിലാണ് ഈ തെരച്ചിൽ ഉള്ളതെന്നാണ് ADGP പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനി ഇവിടെ നിന്നും കൂടുതലൊന്നും നമുക്ക് ലഭിക്കാനില്ല എന്നുള്ളതടക്കം ADGP പറയുന്നു. ഇനിയുള്ള പരിശോധന ചാലിയാർ തീരത്താണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചാലിയാറിന്റെ തീരത്താണ് ഇനി കൂടുതൽ പരിശോധനകൾ ഉണ്ടാവുക. അതായത് ഹെലികോപ്റ്റർ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇവിടങ്ങളിൽ തുടരുക. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത് ഇവിടെയുള്ള രേഖകൾ, അതായത് ഈ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, സ്ഥലം നഷ്ടപ്പെട്ട ആളുകളുണ്ട്, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള രേഖകൾ നൽകുവാൻ വേണ്ടി ക്യാമ്പിൽ, അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രേഖകൾ നൽകുവാൻ വേണ്ടി വിവിധ വകുപ്പുകൾ സംയോജിച്ചുകൊണ്ട് ഒരു ക്യാമ്പ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല അല്പസമയം മുമ്പാണ് ചാലിയാർ തീരത്തു നിന്ന് അല്ലെങ്കിൽ സൂചിപ്പാറ മേഖലയിൽ നിന്നും മൃതദേഹ അവശേഷങ്ങൾ ഭാഗങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള മൃതദേഹ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് ആർമി അടക്കമുള്ള സംഘം ഹെലികോപ്റ്റർ മാർഗം അവിടെ എത്തുന്നത്. SOG അടക്കമുള്ള സംഘമുണ്ട്, തണ്ടർബോൾട്ട് ഉണ്ട്. അവർ അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ഒരു മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അവരാണ് നമ്മളോട് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സംഘം ഒരു അല്പസമയത്തിനകം ഈ ഒരു പ്രദേശം സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് വരുന്ന ഒരു സാഹചര്യം അല്പസമയം മുമ്പ് വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വിവരം. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് നാളത്തേക്ക് മാറ്റിയേക്കാം എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അർജുൻ, സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, ചാലിയാറിൽ നിന്നാണ് ഇന്ന് ശരീരഭാഗങ്ങൾ കിട്ടിയത്. മുണ്ടേരി ഇരുട്ട് കുത്തി കേന്ദ്രീകരിച്ചാണോ ഇന്ന് തിരച്ചിൽ നടക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. ദേവിക, ചാലിയാർ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന പുരോഗമിക്കുന്നത്. ഇന്ന് 5 സെക്ടറുകളാക്കി തിരിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതിൽ ആദ്യ സെക്ടറിൽ കൃത്യമായി മറ്റ് സന്നദ്ധ സംഘടനകൾക്ക് ഒന്നും തന്നെ പ്രവേശനമില്ല. അതിൽ തീർത്തും ഉദ്യോഗസ്ഥർ, നിയോഗിക്കപ്പെട്ട ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് പരിശോധിക്കുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് മുണ്ടേരി ഇരുട്ടുകുത്തിയിൽ നിന്ന് ശരീരഭാഗങ്ങൾ രാവിലെ കണ്ടെടുക്കുന്നത്. എന്നാൽ ഉച്ചയോടടുത്ത് കോട്ടുപാറയിലും ശരീരഭാഗം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും പരിശോധന ഈ കേന്ദ്രങ്ങൾ, അതായത് ഇരുട്ടുകുത്തി പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇതിനു മുമ്പും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഈ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു. അത് അക്കര, അതായത് ഈ വനവാസി കോളനികളിൽ വനവാസി നഗരങ്ങളിൽ നിന്നും അത് പിന്നീട് ജനവാസമുള്ള ഇപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ പാടുപെടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തെരച്ചിൽ ശക്തമാക്കി ശരീരഭാഗങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ദേവിക. ശരി, അർജുൻ PS സോണൽ കൃഷ്ണയുമാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. വയനാട് ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുമെന്ന് ADGP MR അജിത് കുമാർ. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഭാഗങ്ങളിലുള്ള തിരച്ചിൽ ഏകദേശം അവസാന ഘട്ടത്തിലാണെന്നും ചാലിയാർ, സൂചിപ്പാറ മേഖലകളിൽ തിരച്ചിൽ തുടരുമെന്നും അജിത് കുമാർ ജനം TVയോട് പറഞ്ഞു. അല്ല, ഇപ്പോൾ നിലവിൽ ഈ ലാൻഡ് ഏരിയാസിലുള്ള സെർച്ചൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽസും അതുപോലെ തന്നെ ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരും ഇവിടുത്തെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ തന്നെ ഇതിനകത്ത് അവരെയും കൊണ്ട് ജനകീയ സെർച്ച് നമ്മൾ 2 പ്രാവശ്യം നടത്തി കഴിഞ്ഞു. ഇനി ലാൻഡ് ഏരിയയിലൊന്നും വലിയ സെർച്ച് ചെയ്യാനുള്ള ഏരിയാസ് ഇല്ലെന്ന് വല്ല സോഫാറില്ല. പിന്നെ ആ ഭാഗത്ത് വല്ല ചളിയിൽ വല്ല പോട്ട് കിടക്കുകയാണെങ്കിൽ മാത്രമേ സ്ഥാനമേ ഉള്ളൂ. അത് വെള്ളം ഒഴിയാൻ മാത്രമേ ഉള്ളൂ. ലാൻഡ് ഏരിയാസ് ഓൾമോസ്റ്റ് നമ്മളൊരു 90% കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ നോക്കുന്നത് ചാലിയാറിലെ താഴെ സൈഡിലാണ്. അത് ഇന്നും ബോഡി കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലും ബോഡി കിട്ടുന്നു പറയുന്നുണ്ട്. അതൊരു പക്ഷേ വെള്ളം ഡ്രൈ ആവുന്നതനുസരിച്ച് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. പുതിയ മഴ പെയ്ത് ഒഴുകിപ്പം വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലും നമ്മൾ ഇന്നും ഹെലികോപ്റ്റർ സോർട്ടി അയക്കുന്നുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റർ സോർട്ടി അയച്ച് ബാക്കിയുള്ള അകത്തുള്ള ഇന്ത്യൻ ഏരിയാസിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഇപ്പം ലോക്കൽ സെർച്ച് സ്ഥലത്തും സെർച്ച് ചെയ്യാനുള്ള കണ്ടിന്യൂ പരിപാടി. തെരച്ചിൽ ഏകദേശം അവസാനിപ്പിക്കുന്ന തരത്തിലാണോ? ഇത് തെരച്ചിൽ അവസാനിപ്പിക്കാന്നുള്ള ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. അതായത് പരമാവധി സെർച്ച് ചെയ്യാന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ദേവൻ. എത്രയും പെട്ടെന്ന് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും ദുരന്തം മുൻകൂട്ടി അറിയുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തന്നെ പല ആൾക്കാരും പറഞ്ഞു, ഒരാൾ പറഞ്ഞു, ഞാൻ ഇത് കണ്ടിട്ട് ശബ്ദം കേട്ടിട്ട് ഇവിടുന്ന് എല്ലാവരും മാറിപ്പോകണമെന്ന് പറഞ്ഞത്. അത് ആരും ശ്രദ്ധിച്ചില്ല. ഇവിടുത്തെ ജനങ്ങളും ശ്രദ്ധിച്ചില്ല, ഇവിടുത്തെ ഭരണാധികാരികളും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് സത്യമാണ്.
വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ജനം ടിവിയും ജനം സൗഹൃദ വേദിയും സംയുക്തമായി ശേഖരിച്ച അവശ്യവസ്തുക്കൾ ജനം സൗഹൃദ വേദി തിരുവനന്തപുരം കോർഡിനേറ്റർ വിനോദ് തമ്പിക്ക് കൈമാറി. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ തുടങ്ങി വിവിധ സാധനങ്ങളാണ് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും കൈമാറിയത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പഠനത്തിന് UN സഹായം തേടാൻ സംസ്ഥാന സർക്കാർ. ഡൽഹിയിലെ UN ഓഫീസിനെ സമീപിക്കാൻ മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നീക്കം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. ജനം ബ്രേക്കിംഗ്. കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ദുരന്തമുണ്ടായ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായ ഇടപെടൽ സംസ്ഥാനത്ത് നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച പ്രധാനമന്ത്രി മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും വയനാട്ടിലെത്തിക്കുമെന്ന ഉറപ്പും നൽകി. രക്ഷാദൗത്യത്തിനായി സൈന്യത്തിന്റെ സേവനമുൾപ്പെടെ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തിയിരുന്നു. പ്രതികൂല കാലാവസ്ഥയെപ്പോലും മറികടന്നാണ് ബെയിലി പാലം 24 മണിക്കൂർ കൊണ്ട് സൈന്യം പൂർത്തിയാക്കിയത്. മാത്രമല്ല, ദുരന്തമുണ്ടായി 24 മണിക്കൂറിനുള്ളിൽ 145 കോടി സംസ്ഥാനത്തിന് ആദ്യഘട്ടമായി കേന്ദ്ര സർക്കാർ കൈമാറിയിരുന്നു. ജനം TV ഇതിന്റെ തെളിവുകൾ പുറത്തുവിടും വരെ മുഖ്യമന്ത്രി പോലും ഇതിൽ മൗനം പാലിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി വയനാടിനെ ചേർത്ത് പിടിച്ചത്. പുനരധിവാസത്തിന് കേരളത്തിനൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്ന ഉറപ്പും നൽകിയായിരുന്നു പ്രധാനമന്ത്രിയുടെ മടക്കം. ഇതിനിടെയാണ് സ്വന്തം നിലയ്ക്ക് UN സഹായം തേടാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠനം നടത്താനാണ് UN സഹായം തേടുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ഇതിനായി ചുമതലപ്പെടുത്താൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഡൽഹിയിലെ ഓഫീസുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുമായി സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ അനുമതിയില്ലെന്നിരിക്കെ ഈ വഴിവിട്ട നീക്കം സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ്. കേന്ദ്ര മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് സംസ്ഥാനം UN സമീപിക്കുന്നതെന്ന് കേന്ദ്ര ഇന്റലിജൻസും റിപ്പോർട്ട് നൽകി. നേരത്തെ വിദേശകാര്യ സെക്രട്ടറി പദവിയിൽ ചട്ടങ്ങൾ ലംഘിച്ച് IAS ഉദ്യോഗസ്ഥയെ സംസ്ഥാനം നിയമിച്ചതും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഈ ആഴ്ച മുതൽ അതിതീവ്ര മഴയെന്നാണ് മുന്നറിയിപ്പ്. ആഗോള മഴപ്പാതയായ മാഡൻ ജൂലിയൻ ഓസിലേഷൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നത്. മഴ കനക്കുന്നതോടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴി ന്യൂനമർദ്ദത്തിനും സാധ്യതയേറെയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ തീവ്രവോ അതിതീവ്രവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. സെപ്റ്റംബർ ആദ്യവാരം മുതൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ആഗോള മഴപ്പാത്തിയായ മഡാൻ ജൂലിയൻ ഓസിലേഷൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതിതീവ്ര മഴയ്ക്ക് കാരണം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മൺസൂൺ മഴ കൂടുതലായി ലഭിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. വേനൽ മഴ വൈകി ലഭിച്ചതും മൺസൂൺ നേരത്തെ ലഭിച്ചതും തീവ്ര മഴ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. ചക്രവാത ചുഴി മൂലം ഉണ്ടാകുന്ന കാറ്റിന്റെ ദിശ ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കാറ്റിന്റെ ദിശ കരയിലേക്കാണെങ്കിൽ അതിതീവ്ര മഴ ലഭിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മഴപ്പാത്തി കടന്നു പോകുമ്പോൾ തന്നെ പസഫിക് മേഖലയിലെ എൽനിനോ കടൽ തണുക്കുന്ന ലാനിനോ എന്ന അവസ്ഥയിലേക്ക് മാറുന്നതും മഴ കൂടാൻ മറ്റൊരു കാരണമാകും. മണിക്കൂറിൽ 100.5 മില്ലിമീറ്റർ മുതൽ 200.5 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന മഴയാണ് തീവ്ര മഴ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 200.5 മില്ലിമീറ്റർ മേൽ ലഭിക്കുന്ന മഴ അതിതീവ്ര മഴയായി കണക്കാക്കും. ജനം, തിരുവനന്തപുരം. കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ട് അപകടാവസ്ഥയിലായതോടെ സുർക്കിയിൽ നിർമ്മിച്ച ഡാമുകളുടെ സുരക്ഷയും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുകയാണ്. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് തുംഗഭദ്ര. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ തുംഗഭദ്രയിലെ ആദ്യ അപകടമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. കർണാടകയിലെ കൊപ്പാൽ ജില്ലയിലാണ് പമ്പാസാഗർ എന്നറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് തുംഗഭദ്ര. തുംഗഭദ്ര നദിക്ക് കുറുകെ 162 അടി ഉയരത്തിലും 8035 അടി നീളത്തിലും നിർമ്മിച്ച അണക്കെട്ടിന് ആകെ 35 ഗേറ്റുകളാണുള്ളത്. കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലെ കൃഷിയിടങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന ജലസംഭരണി കൂടിയാണ് തുംഗഭദ്ര. 1949 പഴയ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്ന് നിർമ്മാണം ആരംഭിച്ച് 1953 നിർമ്മാണം പൂർത്തിയാക്കി അണക്കെട്ട് കമ്മീഷൻ ചെയ്യുന്നത്. കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും പരീക്ഷണത്തെ ചേർത്ത്
70 വർഷത്തിലേറെയായി നിലകൊള്ളുന്ന അണക്കെട്ടിൽ ശനിയാഴ്ച രാത്രി 11:10 19ാമത്തെ ഷട്ടറിന്റെ ചങ്ങല പൊട്ടിയത്. ചങ്ങല ഘടിപ്പിച്ചിരിക്കുന്ന ഗേറ്റിലെ ചെങ്കലുകൾ പൊട്ടുകയായിരുന്നു. പൊട്ടിയ ഗേറ്റിലൂടെ വൻതോതിൽ വെള്ളം പുറത്തേക്ക് വന്നതോടെ ഡാം തകരുന്നത് തടയാൻ എല്ലാ ഗേറ്റുകളും തുറന്നിരിക്കുകയാണ്. ഇതോടെ പ്രളയ മുന്നറിയിപ്പും സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചാ വിഷയമായ പശ്ചാത്തലത്തിലാണ് തുംഗഭദ്ര അണക്കെട്ടിലെ അപകടം. മുല്ലപ്പെരിയാർ ഡാമിന്റെയും തുംഗഭദ്ര ഡാമിന്റെയും സമാനതകൾ തന്നെയാണ് ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ഇടുക്കി തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ നദിയിലായി 1887 മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 881 മീറ്റർ ഉയരമുള്ള മുല്ലപ്പെരിയാർ ഡാമിന് 100 വർഷത്തിലധികം പഴക്കമുണ്ട്. സുർക്കിയിൽ നിർമ്മിച്ച ഡാമുകൾക്ക് ഉറപ്പ് കൂടുതലാണെന്ന് പറയുമ്പോഴും 2016 മഹാരാഷ്ട്രയിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച 88 വർഷം പഴക്കമുള്ള പാലം തകർന്നിരുന്നു. തുംഗഭദ്ര അപകടാവസ്ഥയിലായതോടെ സുർക്കിയിൽ നിർമ്മിച്ച ഡാമുകളുടെ സുരക്ഷയും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം. വിവരാവകാശ ചട്ടങ്ങൾ ലംഘിച്ച് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ. വിവരാവകാശ ചട്ടം 2005 സെക്ഷൻ 4 പ്രകാരം സ്വമേധയാ വെളിപ്പെടുത്തേണ്ട വിവരങ്ങൾ വിവിധ വകുപ്പുകൾ തങ്ങളുടെ വെബ്സൈറ്റുകളിൽ പരസ്യപ്പെടുത്തുന്നില്ല. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്ന് 120 ദിവസത്തിനകം ചെയ്യേണ്ട വ്യവസ്ഥകളാണ് സംസ്ഥാനത്തിലെ വിവിധ വകുപ്പുകൾ ചട്ടം നിലവിൽ വന്ന് 19 വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാത്തത്. ഓരോ സർക്കാർ വകുപ്പും അവരുടെ വകുപ്പിന് കീഴിൽ വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ അതാത് വകുപ്പുകളുടെ സൈറ്റുകളിൽ വിവരാവകാശ ചട്ടപ്രകാരം നിർബന്ധമായും പ്രസിദ്ധീകരിച്ചിരിക്കണം. ഇത് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തേണ്ടതുമാണ്. ഈ വ്യവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു വകുപ്പും കൃത്യമായി ചെയ്യാത്തത്. ഇതിലൂടെ സംസ്ഥാനത്ത് വിവരാവകാശ ചട്ടം അട്ടിമറിക്കുന്നുവെന്ന് വ്യക്തം. ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റാണ്. വിവരാവകാശ ചട്ടപ്രകാരം പ്രസിദ്ധീകരിക്കേണ്ടതും പരസ്യപ്പെടുത്തേണ്ടതുമായ ഒന്നും തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെയും ചെയ്തിട്ടില്ലെന്ന് ഈ വെബ്സൈറ്റിലൂടെ വ്യക്തമാകുന്നുണ്ട്. വിവരാവകാശ ചട്ടം 2005 സെക്ഷൻ 4 പ്രകാരം നിർബന്ധമായും ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ ഉത്തരവാണിത്. എന്നിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല. ഇതിന് സമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ മറ്റു വിവിധ വകുപ്പുകൾ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും നൽകിയ ഉത്തരവുകളാണിത്. എന്നിട്ടും ഇക്കാര്യത്തിൽ ഒരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തരം ഉത്തരവുകൾ ഉണ്ടായിട്ടും ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് സംസ്ഥാന സർക്കാരും. എല്ലാ വകുപ്പുകളും ഇത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട പൊതുഭരണ വകുപ്പിന്റെ വെബ്സൈറ്റും നോക്കുക. ഇവരും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്നാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എല്ലാ വകുപ്പുകളിലും ഈ നിയമവ്യവസ്ഥ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട്. സർക്കാരിന്റെ എല്ലാ മേഖലകളിലും സുതാര്യത ഉറപ്പാക്കാനാണ് വിവരാവകാശ ചട്ടത്തിൽ സെക്ഷൻ 4 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അട്ടിമറിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് സർക്കാർ നിഷേധിക്കുന്നത്. വിനീഷ്, ജനം, തിരുവനന്തപുരം. അധിക നികുതി ലക്ഷ്യമിട്ട് വൻ ശമ്പളം നൽകി കരാർ നിയമനങ്ങൾ നടത്താൻ ഒരുങ്ങി GST വകുപ്പ്. വിരമിച്ച ഉദ്യോഗസ്ഥരെ അടക്കം കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും. തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന വാദം മൂന്നിക്കൊണ്ടാണ് കരാർ നിയമനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിലും ഉദ്യോഗസ്ഥർക്കിടയിൽ അമർഷം രൂക്ഷമാണ്. കടമെടുപ്പിൽ കേന്ദ്രം നിലപാട് ഘടിപ്പിച്ചതോടെ മറ്റു വരുമാനങ്ങൾ കണ്ടെത്താനുള്ള തിടുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് GST വകുപ്പിൽ കരാർ നിയമനങ്ങൾ നടത്തും. വിരമിച്ച ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വൻ ശമ്പളം നൽകിയാണ് നിയമനങ്ങൾ. വിവിധ വകുപ്പുകളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെ അടക്കം പ്രതിമാസം 2 ലക്ഷത്തോളം രൂപ ശമ്പളത്തോടെ GST വകുപ്പിൽ നിയമിക്കാൻ ധനവകുപ്പ് അനുമതി നൽകി. എന്നാൽ 2012 GST വകുപ്പ് പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് പരിഷ്കാരമെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം.
അതേസമയം പുനഃസംഘടനയുടെ ഭാഗമായി ജീവനക്കാർക്ക് പരിശീലനം നൽകി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് പകരമാണ് കരാർ നിയമനങ്ങൾ. ഉയർന്ന ശമ്പളം നൽകിയാൽ അധിക നികുതി പിടിക്കാമെന്ന പൊള്ളയായ വാദവും ധനവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പരിശീലനം ലഭിക്കാതെ പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിൽ ആശങ്കയും സർവീസ് സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. LDF സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ലക്ഷ്യമിട്ട് നിയമിക്കുന്ന വിദഗ്ധ സമിതികളിൽ ഒരേ ഒരാളെ തന്നെ നിയമിക്കുന്നതായി രേഖകൾ. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ സി രാമകൃഷ്ണൻ ഒരേ സമയം വ്യത്യസ്ത തസ്തികകളിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് പണം കൈപ്പറ്റിയെന്നും രേഖകളിൽ വ്യക്തമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ചെലവായ തുകയെക്കുറിച്ച് നിയമസഭാംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, വിദ്യാകിരണം, കരിക്കുലം കമ്മിറ്റി, ഖാദർ കമ്മിറ്റി, പാഠ്യപദ്ധതി പരിഷ്കരണ കമ്മിറ്റി, KER പരിഷ്കരണ കമ്മിറ്റി, പുസ്തക നിർമ്മാണം തുടങ്ങിയ വിവിധ കമ്മിറ്റികളിൽ ഒരാളെ തന്നെ സർക്കാർ നിയമിക്കുന്നത് ശരിയല്ലെന്നാണ് അധ്യാപക സംഘടനകളുടെ വാദം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്ന ഡോക്ടർ സി രാമകൃഷ്ണന് 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ശമ്പളമായി 24,32,266 രൂപയും യാത്രാഭത്തയായി 1,15,986 രൂപയും നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനായി സർക്കാർ ആരംഭിച്ച വിദ്യാകിരണം പദ്ധതിയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്ററായും സി രാമകൃഷ്ണൻ പ്രവർത്തിച്ചു. ശമ്പള ഇനത്തിൽ 12,42,000 രൂപയും യാത്രാഭത്തയായി 38,180 രൂപയും അനുവദിച്ചിട്ടുണ്ട്. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ സ്കൂൾ ഏകീകരണ കോർ കമ്മിറ്റി അംഗമായും നിയമിച്ചു. ഇതിന്റെ സിറ്റിംഗ് ഫീസായി 1,96,000 രൂപയും യാത്രാഭത്തയായി 61,476 രൂപയും തിരുവനന്തപുരത്ത് പുറത്തു നടന്ന സിറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിന് 9,431 രൂപയും സർക്കാർ അനുവദിച്ചു. ഖാദർ കമ്മിറ്റി അംഗമായ സി രാമകൃഷ്ണന് 76 സിറ്റിംഗിന് 1,52,000 രൂപയും യാത്രാഭത്ത ഇനത്തിൽ 16,838 രൂപയും കൈപ്പറ്റിയിട്ടുണ്ട്. 40 ലക്ഷത്തിലധികം രൂപയാണ് വിദ്യാഭ്യാസ വിദഗ്ധനായി സർക്കാർ വിവിധ കമ്മിറ്റികളിൽ നിയമിച്ച സി രാമകൃഷ്ണൻ 2017 മുതൽ കൈപ്പറ്റിയത്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 8 വർഷക്കാലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ പ്രോജക്റ്റുകളിലും സബ് കമ്മിറ്റികളിലും ഒരേ ആൾക്കാരെ തന്നെ നിശ്ചയിക്കുകയും ഇവർ ഒരേ സമയം വിവിധ കമ്മിറ്റികളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് ദുരൂഹമാണ്. അതിൻ്റെ പരിണത ഫലമാണ് ഖാദർ കമ്മിറ്റി വെച്ച നിർദ്ദേശങ്ങളും അതിന് യാതൊരു പ്രായോഗികതയും ഇല്ല എന്ന് മന്ത്രി പറയേണ്ടി വന്നതും. പല പദ്ധതികളിലും വിരമിച്ച അധ്യാപകരെ നിയമിക്കുന്നതിന് പകരം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അധ്യാപകരെ നിയമിച്ചാൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാകുമായിരുന്നെന്നും അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു. മാത്രമല്ല 8 വർഷമായി ഒരേ കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും സംഘടനകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ജനം, കോഴിക്കോട്. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ദീപിക ദിനപത്രത്തിൽ ലേഖനം. അതിരില്ലാതെ അധികാര പ്രയോഗം നടത്തുന്ന വഖഫ് ബോർഡിനെ ഭരണഘടനയുടെ പരിധിക്ക് നിർത്തണമെന്ന ലേഖനത്തിൽ പറയുന്നു. ഫാദർ ജോഷി മയ്യാറ്റിൽ എഴുതിയ വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന ലേഖനത്തിലാണ് പരാമർശങ്ങൾ. വഖഫ് നിയമത്തിലും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിലും ക്രൈസ്തവ സമൂഹത്തിനുള്ള ആശങ്കകൾ വ്യക്തമാക്കുന്നതാണ് ദീപിക ദിനപത്രത്തിലെ ലേഖനം. പൗരസമൂഹത്തിന് ദ്രോഹകരമാവുകയും മറ്റു മതസ്ഥർക്ക് ഭീഷണിയാവുകയും ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുകയും ചെയ്യുന്ന അവകാശവാദങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്ന് ലേഖനത്തിൽ പറയുന്നു. അധിനിവേശത്തിന്റെ ആവേശം സ്ഥിരമായി പ്രകടമാക്കുകയും സാധാരണക്കാരുടെ ജീവിതം അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യുന്ന വഖഫ് ബോർഡ് ശൈലികൾക്ക് കടിഞ്ഞാണിടണം. അതിന് സ്വതന്ത്ര ജുഡീഷ്യറിയുടെ സാന്നിധ്യം വഖഫ് ട്രൈബ്യൂണലിൽ അനിവാര്യമാണ്. ബില്ലിനെ കുറിച്ച് ഉയർന്നിട്ടുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലൂടെ കഴിയുമെന്നാണ് കരുതുന്നതെന്നും ലേഖനം പറയുന്നു. ഫാദർ ജോഷി മയ്യാറ്റിൽ എഴുതിയ വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന ലേഖനത്തിലാണ് പരാമർശങ്ങൾ. നിയമപരിരക്ഷയുള്ള കൊള്ളസംഘം, വഖഫ് ചരിത്രം, ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ, അതിക്രമത്തിന്റെ ഏതാനും ഉദാഹരണങ്ങൾ, ലോക്സഭയിലെ ബിൽ എന്നിങ്ങനെ ഉപശീർഷകങ്ങളിൽ വിശദമായാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലേഖനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തി. ജനം, കോട്ടയം. ഹിൻഡൻബർഗിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് BJP നേതാവ് രവിശങ്കർ പ്രസാദ്. ജോർജ് സോറസിന് ഹിൻഡൻബർഗിൽ നിക്ഷേപമുണ്ട്. രാജ്യത്തെ തകർക്കാനുള്ള ജോർജ് സോറസിന്റെ ടൂൾ കിറ്റാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഓഹരി വിപണി തകർക്കാൻ നീക്കമെന്നും അദ്ദേഹം ആരോപിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് CBI അറസ്റ്റിനെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. CBI അറസ്റ്റ് ശരിവെച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ ED കസ്റ്റഡിയിലിരിക്കെ ജൂൺ 26-നാണ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തത്. EDയുടെ കേസിൽ കെജ്രിവാളിന് ഇതിനോടകം ജാമ്യം ലഭിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളിൽ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ വർദ്ധിക്കുന്നു. നിലവിൽ 10% മുകളിൽ വാഹനങ്ങളും കാലപ്പഴക്കം ചെന്നവയാണ്. ആരോഗ്യവകുപ്പിൽ മാത്രം പകുതിയോളം വാഹനങ്ങൾ 15 വർഷം പിന്നിട്ടു. പുതിയ മതിയായ വാഹനങ്ങൾ നൽകുന്നില്ല. സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് സൂചന. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സമസ്ത മേഖലകളെയും ബാധിക്കുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കം കാരണം കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ പോലും വിവിധ വകുപ്പുകൾക്കും ഏജൻസികൾക്കും നൽകുന്നില്ല. സർക്കാർ മേഖലയിലെ 10% മുകളിൽ വാഹനങ്ങളും 15 വർഷത്തിനപ്പുറം കാലപ്പഴക്കമുണ്ട്. ആരോഗ്യവകുപ്പിൽ മാത്രം 507 വാഹനങ്ങൾക്കാണ് കാലപ്പഴക്കമുള്ളത്. ആഭ്യന്തര വകുപ്പ് 116, റവന്യൂ 102, വനിതാ ശിശുക്ഷേമം 68 എന്നിങ്ങനെയാണ് കണക്കുകൾ. കേന്ദ്ര ചട്ടമനുസരിച്ച് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നും അത്തരത്തിൽ ഉപയോഗിച്ചാൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനുമാണ് നിർദ്ദേശം. സുരക്ഷ മുൻനിർത്തി രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനും വാഹനങ്ങൾ മാറ്റുന്നതിനും കഴിഞ്ഞ ജനുവരിയിൽ 150 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. രാജ്യത്തെ പഴകിയതും അനുയോജ്യമല്ലാത്തതും മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു തുക അനുവദിച്ചത്. എന്നാൽ ചട്ടങ്ങൾ മറികടന്ന് വർഷങ്ങളോളം പഴക്കമുള്ള വാഹനങ്ങൾ വിവിധ വകുപ്പുകൾ ഇപ്പോഴും ഉപയോഗിച്ചു വരികയാണ്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാതയ്ക്ക് പരിസ്ഥിതി അനുമതി ലഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കാൻ കൊങ്കൺ റെയിൽവേ. തുറമുഖത്തെത്തുന്ന ചരക്ക് വിനിമയം എളുപ്പത്തിലാക്കാനാണ് റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 10.70 കിലോമീറ്റർ റെയിൽപാതയിൽ 9.43 കിലോമീറ്ററും ഭൂമിക്ക് അടിയിലൂടെയുള്ള തുരങ്കപാതയാണ്. വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്ന മത്സ്യബന്ധന തുറമുഖത്തിനും കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാകും റെയിൽപാത. പാരിസ്ഥിതിക അനുമതി കൂടി ലഭിച്ചതോടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. റെയിൽവേ പാതയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നതിന്റെ മുറയ്ക്കനുസരിച്ച് നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേ നടപടികൾ ദ്രുതഗതിയിലാക്കും. ദക്ഷിണ റെയിൽവേയുടെ അനുമതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതി. തുറമുഖ പദ്ധതിയോടനുബന്ധിച്ചുള്ള പ്രധാന വികസന പദ്ധതിയാണ് വിഴിഞ്ഞം ബാലരാമപുരം റെയിൽവേ പാത. 10.70 കിലോമീറ്റർ റെയിൽപാതയിൽ 9.43 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപാതയാണ്. തുരങ്കപാതയ്ക്ക് മുകളിലൂടെ റോഡും വരുന്ന രീതിയിലായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ. റെയിൽവേ പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞത്ത് പണിയുന്ന പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ ചരക്ക് ഗതാഗതം കൂടി സുഗമമായി നടത്താൻ സാധിക്കും. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാൽ റെയിൽപാതയുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാൻ സാധിക്കും. തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ റെയിൽവേയും തുറമുഖവുമായി ബന്ധിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ജനം, തിരുവനന്തപുരം. ലാവോസ് മനുഷ്യക്കടത്ത് കേസിൽ നിർണായക മൊഴികൾ നൽകി അറസ്റ്റിലായ അഫ്സർ അഷ്റഫും ബാദുഷയും പ്രതികളുടെ മൊഴികൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. മനുഷ്യക്കടത്തിൽ കൂടുതൽ വിദേശികളുടെ പങ്കാളിത്തമുണ്ടെന്നാണ് സംശയം. കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശേഖരിക്കുന്നുണ്ട്. ലാവോസിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിൽ 2 വിദേശികളുടെ പങ്കാളിത്തമാണ് നിലവിൽ വ്യക്തമായത്. ചൈനീസ്, ലാവോസ് പൗരന്മാരാണിവർ. എന്നാൽ കൂടുതൽ വിദേശികളുടെ പങ്കാളിത്തമാണ് അറസ്റ്റിലായ പ്രതികളുടെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് തൊഴിലന്വേഷകരെ കബളിപ്പിച്ച് ലാവോസിലേക്കും കംബോഡിയയിലേക്കുമെല്ലാം എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയവരാണ് മറ്റു വിദേശികളും. കേരളത്തിലെ മനുഷ്യക്കടത്ത് റാക്കറ്റിന് പ്രതിഫലം നൽകിയിരുന്നതും ഇവരാണെന്നാണ് സൂചന. വിദേശികൾ ഉൾപ്പെട്ട കേസായതിനാൽ വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശേഖരിക്കുന്നുണ്ട്. NIA അടക്കമുള്ള ഏജൻസികൾക്ക് കേസ് വിവരങ്ങൾ പോലീസ് കൈമാറിയിട്ടുണ്ട്. ആദ്യം അറസ്റ്റിലായ അഫ്സർ അഷ്റഫിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റിലായതിന് പിന്നാലെ പള്ളുരുത്തി സ്വദേശി ബാദുഷയെയും ചോദ്യം ചെയ്തു. പ്രതിയെ 14 ദിവസം റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴി കൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകും. തട്ടിപ്പിന് ഇരകളായ കൂടുതൽ ആളുകളുടെയും പേരുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. പൂർണ്ണവിലാസം കണ്ടെത്തി ഇവരുടെയും മൊഴികൾ രേഖപ്പെടുത്തും. ജനം, കൊച്ചി. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ വിവാദമായ കാഫിർ പോസ്റ്ററിൽ പരാതി ലഭിച്ചിട്ടും FIR രജിസ്റ്റർ ചെയ്യാതെ പോലീസ്. CPM നേതാവിനെതിരെ യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് 2 മാസം കഴിഞ്ഞിട്ടും നടപടിയില്ലാത്തത്. CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കിയ വിവാദ കാഫിർ പോസ്റ്റിലാണ് പോലീസ് നടപടി സ്വീകരിക്കാത്തത്. CPM പയ്യോളി ഏരിയ സെക്രട്ടറിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ വിവാദ പോസ്റ്റർ CPM നേതാവ് KK ലതിക പിൻവലിച്ചിരുന്നു. എന്നാൽ ഏരിയ സെക്രട്ടറി MV ഷിബു ഫേസ്ബുക്കിൽ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽക്കീഫ് ജൂൺ 24-ാം തീയതി പരാതി നൽകിയത്. ഞങ്ങൾക്ക് കിട്ടിയ മറുപടി അതിവിചിത്രമായിട്ടുള്ള മറുപടിയാണ്. കാഫിർ സ്ക്രീൻഷോട്ട്
വ്യാപകമായി പ്രചരിപ്പിച്ച CPMന്റെ പയ്യോളി ഏരിയ സെക്രട്ടറിയായ MP ഷിബു, അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ സമയം വരെ ഈ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല എന്ന് SP ഉൾപ്പെടെ CA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ CPIMന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഈ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന മറുപടിയാണ് പയ്യോളി പോലീസ് നൽകിയിരിക്കുന്നത്. സൈബർ സെല്ലിലേക്ക് പരാതി അയച്ചു നൽകിയതിനാൽ തുടർ നടപടി സ്വീകരിച്ചില്ലെന്ന വിചിത്രമായ വിശദീകരണവും മറുപടിയിലുണ്ട്. പോലീസ് CPM സമ്മർദ്ദത്തിന് വഴങ്ങുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. നടപടി ഉണ്ടാകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്. ആചാരപ്പൊലിമയോടെ ശബരിമലയിലെ നിറപുത്തരി ചടങ്ങുകൾക്ക് സമാപനം. പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും. ചിങ്ങമാസ പൂജകൾക്കായി ഓഗസ്റ്റ് 16-നാണ് ഇനി നട തുറക്കുക. ആറന്മുളയിൽ നിന്നും പാലക്കാട് നിന്നും അച്ഛൻ കോവിലിൽ നിന്നും പതിവ് സംഘങ്ങൾ, ഒപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നെൽക്കതിരുകളുമായി ഭക്തർ. പ്രൗഢഗംഭീരമായി ശബരിമലയിലെ നിറപുത്തരി കാഴ്ച. പുലർച്ചെ 5:36-നാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നെൽക്കതിരുകൾ 18-ാം പടിയിൽ വെച്ച് തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം തിടപ്പള്ളിയിലേക്ക് മാറ്റി. പൂജിച്ച നെൽക്കതിരുകൾ തുടർന്ന് അയ്യപ്പന് സമർപ്പിച്ചു. ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിതരണം ചെയ്തു. ജനം, സന്നിധാനം. സമൃദ്ധിയെ വരവേൽക്കാനായി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 5:30-നും 6:30-നും ഇടയിലാണ് ഈ വർഷത്തെ ആദ്യ വിളവെടുപ്പിന്റെ ഒരു ഭാഗം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത്. ഭഗവാന് സമർപ്പിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ആചാരപ്പെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന നിറയും പുത്തരിയും ഭക്തിസാന്ദ്രമായി. മേൽശാന്തിമാരുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം നിറപുത്തരി വൈക്കത്തപ്പനും ഉപദേവതമാർക്കും സമർപ്പിച്ചു. ആചാരസമ്പുഷ്ടവും ഭക്തിസാന്ദ്രവുമായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾ. വ്യാഘ്രപാദ സങ്കേതത്തിൽ സമർപ്പിച്ച കതിർക്കറ്റകൾ വിശേഷാൽ പൂജകൾ നടത്തി. മേൽശാന്തിമാരായ TD നാരായണൻ നമ്പൂതിരി, TS നാരായണൻ നമ്പൂതിരി, ശ്രീധരൻ നമ്പൂതിരി, അനൂപ് നമ്പൂതിരി, ജിഷ്ണു ദാമോദരൻ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ. ശേഷം കതിർക്കറ്റകൾ വെള്ളിയുരുളിയിലാക്കി മേൽശാന്തി ശിരസിലേറ്റി മണികുലുക്കി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഒരു പ്രദക്ഷിണം വെച്ച് മണ്ഡപത്തിൽ പ്രവേശിച്ചു. മണ്ഡപത്തിൽ ഐശ്വര്യദേവതയെ ആരാധിച്ച് വിശേഷാൽ പൂജകൾ നടത്തി. നിറപുത്തരി വൈക്കത്തപ്പന്റെ ശ്രീകോവിലിൽ സമർപ്പിച്ചു. ഉപദേവതമാർക്ക് സമർപ്പിച്ച ശേഷം പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്തു. പുന്നെല്ലുകൊണ്ടുള്ള നിവേദ്യവും പ്രാതലവും നടത്തി. ഇല്ലി, നെല്ലി, ആലില, പ്ലാവില, മാവില തുടങ്ങിയ ഇലകൾക്കൊപ്പം ഒരുക്കിയ 15,000 കതിർക്കറ്റകളാണ് ഭക്തർക്ക് നൽകിയത്. ജനം, കോട്ടയം. ഭക്തിയുടെ നിറവിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടന്നു. ധനവും ധാന്യവും ആവോളം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഐതിഹ്യപെരുമയോടെ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടത്തുന്നത്. നെൽക്കതിരിനൊപ്പം ഇല്ലി, നെല്ലി, കടലാടി, ദശപുഷ്പം എന്നിവ കൂട്ടിക്കെട്ടി വീടിന്റെ വാതിലിൽ കെട്ടിത്തൂക്കിയിട്ടാൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കാർഷിക വിളകളുടെ സമൃദ്ധി ഉണ്ടാകുന്നതിന് ഭഗവാനോട് കൂട്ടമായി പ്രാർത്ഥിക്കുന്ന ചടങ്ങ് കൂടിയാണിത്. കർക്കിടക മാസത്തിലെ അമാവാസിക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടക്കുന്നത്.
തൊടുപുഴ നഗരസഭയിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംഘർഷം. സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് നാടകീയ സംഭവങ്ങളിലേക്ക് നയിച്ചത്. ആദ്യഘട്ടത്തിൽ ലീഗ് പരാജയപ്പെട്ടു. തുടർന്ന് ലീഗ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കയ്യാംകളി ഉണ്ടായി. പിന്നാലെ ലീഗ് CPM-നെ പിന്തുണയ്ക്കുകയായിരുന്നു. മൂന്നാം റൗണ്ടിലേക്ക് നീണ്ട തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സബീന ബിഞ്ചു 14 വോട്ടുകൾക്ക് ജയിച്ചു. മുസ്ലിം ലീഗിന്റെ 5 കൗൺസിലർമാരും LDF-നെ പിന്തുണച്ചു. കോൺഗ്രസിന്റെ K ദീപകിന് 10 വോട്ടുകൾ ലഭിച്ചു. ആദ്യ റൗണ്ടിൽ മത്സര രംഗത്തുണ്ടായിരുന്ന BJP രണ്ടാം ഘട്ടം മുതൽ വിട്ടുനിന്നു. BJP-ക്കായി ജിതേഷ് C ഈജക്കലാണ് മത്സരിച്ചത്. അമൃതവർഷിണി നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാമായണ മഹോത്സവം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂർ ശ്രീ ഉദയമാർത്താണ്ഡേശ്വരം ശിവക്ഷേത്രത്തിൽ വച്ച് നടന്ന ചടങ്ങ് അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുക്കളെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നവർ രാമായണം വായിച്ചാൽ ഹിന്ദുവിന്റെ സ്നേഹം മനസ്സിലാകുമെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. രാമായണം പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമൃതവർഷിണി നവമാധ്യമ കൂട്ടായ്മ കുട്ടികൾക്കായി രാമായണ ഉത്സവം സംഘടിപ്പിച്ചത്. സനാതനധർമ്മത്തിന്റെ മൂല്യം പകരുന്ന രാമായണം വായിച്ചാൽ ഹിന്ദുവിനെ വർഗീയവാദിയായും ഫാസിസ്റ്റ് എന്നും വിളിക്കുന്നവർക്ക് ഹിന്ദു എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ചക്രവർത്തി സാർവഭൗമനായ ദശരഥന്റെ പുത്രനായ രാമനും വനവാസി മൂപ്പനായ ഗുഹനും ആലിംഗനബദ്ധരായി ഒന്നായി നിൽക്കുന്ന മനോഹര ചിത്രം ഒന്ന് കുട്ടികളുടെ ഉള്ളിൽ ഒന്ന് വരച്ചിടാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. എന്താ കാരണം? രാമായണം രാമൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒട്ടന്നെ വരികയായി ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, സവർണ ഫാഷിസം, പിന്നെന്തൊക്കെയാ വരിക? ഒക്കെ വരും. 1000 പ്രസംഗം ഒരാൾ ചെയ്താലും അതൊന്നും വിലപ്പോകില്ല ചെറുപ്പത്തിൽ ഈ ചിത്രം ഉള്ളിൽ വരച്ച് വെച്ചിട്ട് ഒരു കുട്ടിയുടെ മുമ്പിൽ. ഇത് കുട്ടികൾക്കുള്ളിൽ നമ്മൾ ഉറപ്പിക്കണം. എന്നാൽ ഒരിക്കലും അവർ വഴിതെറ്റില്ല. അമ്മമാരും കുട്ടികളുമടക്കം നിരവധി പേരാണ് ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചത്. ജനം, തിരുവനന്തപുരം. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നേത്രദാനം എന്ന വിഷയത്തിൽ സക്ഷമ കവിതാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. മലയാളത്തിൽ 20 വരികളിൽ കവിയാത്തതും വിദ്യാർത്ഥികളുടെ മൗലികവും മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതുമായ രചനകളാണ് മത്സരത്തിനായി സമർപ്പിക്കേണ്ടത്. ഓരോ വിഭാഗത്തിലും ഏറ്റവും മികച്ച 3 സൃഷ്ടികൾക്ക് സർട്ടിഫിക്കറ്റ്, മൊമെന്റോ, ക്യാഷ് അവാർഡ് എന്നിവ നൽകും. കൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകും. രചനകൾ ഓഗസ്റ്റ് 16 മുമ്പായി kavyneelima4@gmail.com എന്ന വിലാസത്തിൽ അയക്കണം. വിവരങ്ങൾക്ക് 8920429994 അല്ലെങ്കിൽ 9037955660 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. പുരാവസ്തു വകുപ്പിന്റെ പട്ടികയിൽ ഇടം നേടിയ കോഴിക്കോട് ജില്ലയിലെ മാലാപ്പറമ്പിലുള്ള ADM ബംഗ്ലാവ് നാശത്തിന്റെ വക്കിലാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ കെട്ടിടം കാലാനുസൃതമായി സംരക്ഷിക്കാത്തതാണ് ബംഗ്ലാവിന്റെ അവസ്ഥ ശോചനീയമാവാൻ കാരണം. ബംഗ്ലാവിന്റെ പരിസരം കാട് കയറിയതോടെ നാട്ടുകാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ബംഗ്ലാവിന്. 1 ഏക്കർ 3 സെന്റ് സ്ഥലത്താണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടം നിൽക്കുന്ന സ്ഥലവും ചുറ്റുപാടുമെല്ലാം കാട് മൂടിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ മരപ്പട്ടികളുടെയും വവ്വാലുകളുടെയും ഇഴജന്തുക്കളുടെയും എല്ലാം വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. ഇത് പരിസരത്തുള്ള താമസക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ശരിയായി സംരക്ഷിച്ചില്ലെങ്കിൽ കെട്ടിടം നിലം പൊത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കെട്ടിടത്തിന് സമീപത്തെ വലിയ മരങ്ങളുടെ കൊമ്പുകൾ നടവഴിയിലേക്കടക്കം ചാഞ്ഞു നിൽക്കുന്ന അവസ്ഥയുമുണ്ട്. ബംഗ്ലാവിന്റെ മുൻവശത്താവട്ടെ റോഡരികിൽ മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ ഇഴജന്തുക്കൾ, പാമ്പ് പോലുള്ളതിൻ്റെ ശല്യം, അതേപോലെ തന്നെ തെരുവുനായ്ക്കൾ വല്ലാണ്ടുണ്ട്. ഇവിടെ നോക്കാനും പറയാനും അല്ലെങ്കിൽ ഒരു ക്ലീനിങ് പോലും നടക്കാത്തതായതുകൊണ്ട് തന്നെ തെരുവുനായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ്. അതേപോലെ പാമ്പ്, അതേപോലെ വവ്വാലുകൾ ഭയങ്കര അധികമാണ് ഈ ഒരു വലിയ മരങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത വീടുകൾക്ക് ഭയങ്കര ശല്യം ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇതിൻ്റെ ബാക്കിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ നേരെ ബാക്കിലാണ്. അവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, വയസ്സായവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് തടുക്കുക എന്നുള്ളതാണ്. മുൻപ് കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ശ്രമം നടന്നിരുന്നെങ്കിലും പൈതൃക പദവിയുള്ളതുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ബംഗ്ലാവിന്റെ സ്ഥിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റെസിഡന്റ് അസോസിയേഷൻ ADM-നെ പരാതി നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.
ഇലക്ട്രിക് സ്കൂട്ടർ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ഗൃഹനാഥന്റെ പരാതിയിൽ കേസെടുക്കാതെ പോലീസ്. രജിസ്റ്റർ നമ്പറില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടർ ആയതിനാൽ കേസെടുക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കൊല്ലം കടവൂർ മതിലിൽ സ്വദേശി ചാൾസിനാണ് അപകടത്തിൽ നട്ടെല്ലിന് പരിക്കേറ്റത്. കൊല്ലം തേനി ദേശീയപാതയിൽ നമ്പാരത്ത് ജംഗ്ഷന് സമീപത്ത് വെച്ച് ഒരാഴ്ച മുമ്പാണ് ചാൾസിന് അപകടമുണ്ടായത്. മകളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാനെത്തിയ ചാൾസിനെ അമിത വേഗത്തിലെത്തിയ ഇലക്ട്രിക് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകടത്തിൽ ചാൾസിന്റെ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപകട വിവരം സൂചിപ്പിച്ച് കടവൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. രജിസ്റ്റർ നമ്പർ ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടർ ആയതിനാൽ കേസെടുക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണമെന്നാണ് ചാൾസ് വ്യക്തമാക്കുന്നത്. അപ്പം അതിന് കേസ് നമ്മൾ അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷനിലാണ് അത് കൊടുത്തിട്ട് അതിന് ഒരു റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല. അവർക്ക് കേസെടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇത് ബാറ്ററി സ്കൂട്ടർ ആയതുകൊണ്ട് അതിന് ഇൻഷുറൻസോ ലൈസൻസോ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. അവർക്ക് ഏത് വകുപ്പ് ഇടണമെന്ന് അവർക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചാൾസിന് തുടർ ചികിത്സയ്ക്കായി ഭാരിച്ച തുക ആവശ്യമാണ്. പോലീസിനും വാഹന ഉടമയും കൈയൊഴിഞ്ഞതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് ചാൾസിന്റെ കുടുംബം. ഇപ്പോൾ ആകെ നമ്മുടെ കുടുംബത്തിന്റെ വരുമാനം ഇദ്ദേഹമായ സ്ഥിതിക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം പോയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വേറെ വരുമാന മാർഗമൊന്നുമില്ല. അപ്പം ഈ ഒരു അവസ്ഥ പ്രധാനപ്പെട്ടും വരാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു നീതി കിട്ടുന്നില്ല. കാര്യം ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നീതി കിട്ടുന്നില്ല. കൊല്ലത്ത് ലൈറ്റ്സ് ആൻഡ് സൗണ്ട് സ്ഥാപനം നടത്തിയാണ് ചാൾസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് ചാൾസിന്റെ കുടുംബം. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയെങ്കിലും മാസങ്ങൾ നീണ്ട വിശ്രമവും തുടർ ചികിത്സയും ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ജനം, കൊല്ലം. തിരുവനന്തപുരം മരിയനാടിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. കഠിനംകുളം സ്വദേശി അത്തനാസാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഈ മാസം മരിയനാട് മാത്രം 4 മത്സ്യത്തൊഴിലാളികളാണ് വള്ളം മറിഞ്ഞു മരിച്ചത്. തകർന്നില്ലാതായ വീട്ടിലേക്ക് ഉപ്പയെ തേടിയെത്തുന്ന മകൻ. ഉറ്റവർക്കൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീട്. അവിടെ അവശേഷിക്കുന്നത് വെറും മൺകൂന മാത്രം. മുണ്ടക്കൈയിലെ മുറിവേൽപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്ക്. ഉരുളെടുത്ത മുണ്ടക്കൈയിൽ ഓരോ ദിവസവും ഇസഹാക്കെത്തും. അന്ന് എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയം. ഭീകര ശബ്ദത്തോടെ ഉരുളുപൊട്ടിയപ്പോൾ അമ്മ റാബിയയും ഇസഹാക്കും സുഹൈലും ഷഹലയും രക്ഷപ്പെട്ടു. എന്നാൽ ഇസഹാക്കിന്റെ സഹോദരൻ സിനാന്റെ ചേതനയേറ്റ ശരീരമാണ് വീടിരുന്ന സ്ഥലത്തു നിന്നും പിന്നീട് ലഭിച്ചത്. ഉപ്പ നാസറിനെ ഇതുവരെയും കണ്ടുകിട്ടിയില്ല. നാസറിന്റെ സഹോദരൻ അയ്യൂബും ഇസഹാക്കും മറ്റ് ബന്ധുക്കളും ചേർന്ന് വീണ്ടും അവിടെ എത്തി. ചില അവശേഷിപ്പുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സഹോദരന്റെ ഷർട്ട് കണ്ട ഇസഹാക്ക് അതെടുത്തു. ആരൊക്കെയോ ചേർന്ന് രക്ഷപ്പെടുത്തിയ ഇസഹാക്ക് ആ ദിവസത്തെ ഓർമ്മകൾ പറഞ്ഞു. രക്ഷപ്പെടുത്തിയിട്ട് ചൂരമലിന് ഹെലികോപ്റ്റർ വഴിയാണ് കൊണ്ടായത്. ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിക്ക് മാറ്റി. അവിടുന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. കാക്കി ഉണ്ടായിരുന്നു കൂടെ, വലിയേട്ടൻ. പിന്നെ അവിടുത്തെ നരിക്കുനീത്തെ ആൾക്കാർ കൂടിയിട്ടൊരു വീട് ശരിയാക്കി തന്നു അവിടെ. അയ്യൂബിന്റെ കണ്ണുകളിൽ സഹോദരൻ നാസറിന്റെ ഓർമ്മകൾ തുടിക്കുകയാണ്. ഇവിടെ നാസറും നാസറിൻ്റെ ഫാമിലി, പിന്നെ നാസറിൻ്റെ ഭാര്യൻ്റെ അനിയത്തിയും മക്കളും. അവരെ അനിയത്തിൻ്റെ മോനും പോയി, വാപ്പിയും പോയി. പിന്നെ അനിയൻ്റെ മോനെ കിട്ടിയിരുന്നു. ഓരോ ദിനവും കടന്നുപോയി. ആ ഇരുനില കെട്ടിടം ഇന്ന് അവിടെയില്ല. സമീപത്തെ വീടുകളും ഉരുളെടുത്തിരിക്കുന്നു. വിങ്ങിപ്പൊട്ടിയ മുഖമോടെ അവർ വീണ്ടും പ്രിയപ്പെട്ട നാസറിനെ തിരയുകയാണ്. ജനം, വയനാട്. ഒരു ദേശത്ത് മുഴുവൻ ഉരുൾ വിഴുങ്ങിയപ്പോൾ സർവ്വതിനും സാക്ഷിയായി ഒരാൽമരം. പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ഒന്നാകെ ഒലിച്ചുപോയ വേദനകളുടെ കഥ പറയുകയാണ് ഈ ആൽമരം. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.
എല്ലാത്തിനും മൂകസാക്ഷിയാണ് ഞാൻ. ഉരുൾപൊട്ടി ഒലിച്ചു വന്നവരെ കണ്ടത് ഞാനാണ്. കല്ലും ചെളിയും വലിയ പാറക്കൂട്ടങ്ങളും തകർത്തത് ഓരോ സ്വപ്നങ്ങൾ കൂടിയാണ്. എനിക്ക് മുൻപിൽ നിന്ന അമ്പലമടക്കം നിരവധി പേരുടെ ജീവനുകൾ ഉരുൾ കവർന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. പുഞ്ചിരിമട്ടത്തു നിന്നും കേട്ട ആ ഭീകര ശബ്ദം ഇന്നും എൻ്റെ ഇലകളെ വിറകൊള്ളിക്കുകയാണ്. രണ്ടാമതും ഉരുൾപൊട്ടി കുത്തിയൊലിച്ചു വന്ന മലവെള്ളം മുണ്ടക്കൈയെയും ചൂരൽമലയെയും അപ്പാടെ മിഴുങ്ങി. പലരുടെയും നിലവിളികൾ ഇന്നും എന്നെ ഭയപ്പെടുത്തുന്നു. മണ്ണിനടിയിലേക്ക് വേരൂന്നി നിന്നതുകൊണ്ടാകാം ഞാൻ മാത്രം ബാക്കിയായി. ആൽമരത്തിന്റെ കഥയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം അർജുൻ PS, ജനം, വയനാട്. വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും തേയില ചെടികൾ തളിർത്തിരിക്കുന്നു. തോട്ടം തൊഴിലാളികൾ നിരവധിയുണ്ടായിരുന്ന പ്രദേശത്ത് ബാക്കിയുള്ളത് തകർന്ന പാടികളും അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളുമാണ്. ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മയിൽ തേങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ബാക്കിയുള്ളവർ. ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങൾ. ഈ തേയിലച്ചെടികളുടെ ഇലകൾ നുള്ളി ജീവിച്ചവരിൽ പലരും ഇന്ന് ജീവനോടെയില്ല. തളിരിട്ട് നിൽക്കുന്ന ഈ ചെടികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. ഈ തോട്ടങ്ങളും ഫാക്ടറികളുമൊക്കെയായിരുന്നു ഇവിടെയുള്ള തൊഴിലാളികളുടെ ഉപജീവനമാർഗം. ഇന്ന് സൈറൺ മുഴങ്ങുന്ന ശബ്ദം ഇവിടെയില്ല. പല ദേശങ്ങളിൽ നിന്നായെത്തി ഒരുമിച്ച് ഒരു കുടുംബം പോലെ പാടികളിൽ കഴിഞ്ഞിരുന്നവർ ഈ പാടികൾ ഇന്ന് അനാഥമാണ്. വർഷങ്ങളായി മക്കളും ചെറുമക്കളുമൊക്കെയായി ഇവിടെ കഴിഞ്ഞിരുന്നവരുണ്ട്. അവരിൽ പലരും ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അവരുടെ കണ്ണുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പുറം ജോലി ചെയ്യുന്നത് ഇവരെ വീടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും പോയിട്ടുണ്ട്. ആരും പോയിട്ടില്ല എന്നൊക്കെ ഇപ്പം തീർച്ചപ്പെടുത്താൻ പറ്റില്ല. തൊഴിലാളികളാണ് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നതൊക്കെ തൊഴിലാളികളാണ്. 2-3 ആൾ ചുറ്റും ഉള്ളത് അവരൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്. പിന്നെ
സ്കൂളിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ എസ്റ്റേറ്റ് ജോലിക്കാരാണ് ആ ഭാഗത്തുനിന്ന് പോയിട്ടുള്ളത്. നമ്മളിൽ ചിലരെങ്കിലും കുടിക്കുന്ന ചായയുടെ രുചിയിൽ ഇവിടെ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകളുണ്ടാകാം. ഈ തളിരിട്ടു നിൽക്കുന്ന ഓരോ ഇലകളും അവരെ ഇങ്ങോട്ടേക്ക് മാടി വിളിക്കുന്നുണ്ടാകാം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം എം മനോജ്, ജനം, വയനാട്. സമർപ്പണ രാമായണ ഫെസ്റ്റിന് തൃശൂരിൽ തുടക്കമായി. രാമവില്ലിന് മുമ്പിൽ തിരികൊളുത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുതിർന്ന പ്രചാരകൻ VK വിശ്വനാഥൻ രാമായണ ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും നൃത്താവിഷ്കാരവും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന രാമായണ ഫെസ്റ്റിന് രാവിലെയോടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം മുതിർന്ന പ്രചാരകൻ VK വിശ്വനാഥൻ ഭദ്രദീപം തെളിയിച്ചു. റിട്ടയർഡ് ഇൻകം ടാക്സ് കമ്മീഷണർ കിട്ടു നായർ, സമർപ്പണ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ജനറൽ കൺവീനർ TC സേതുമാധവൻ, ശ്രീകുമാർ ആമ്പല്ലൂർ, തിരൂർ രവീന്ദ്രൻ, K രാമകൃഷ്ണൻ, സത്യലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. രാമായണ ഫെസ്റ്റിൽ കുട്ടികളുടെ രാമായണ പാരായണ മത്സരം, രാമായണ പ്രശ്നോത്തരി മത്സരം, തിരുവാതിരകളി, ശബരി സൽക്കാരം, രാമായണ നൃത്താവിഷ്കാരം, രാമായണ ഫാഷൻ ഷോ തുടങ്ങിയവ നടക്കും. വൈകുന്നേരം നടക്കുന്ന പൊതുപരിപാടിയിൽ പ്രശസ്ത ഗായിക KS ചിത്രയ്ക്ക് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള വാൽമീകി പുരസ്കാരം സമർപ്പിക്കും. കർണാടിക് സംഗീതജ്ഞ ഡോക്ടർ NJ നന്ദിനിക്ക് രാമസംഗീതശ്രീ പുരസ്കാരവും സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് ആദരവും നൽകും. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ രാമായണ ഫെസ്റ്റിൽ പങ്കെടുക്കും. ജനം, തൃശൂർ. തിരുവനന്തപുരം മരിയനാടിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കഠിനംകുളം സ്വദേശി അത്തനാസാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഈ മാസം മരിയനാട് മാത്രം 4 മത്സ്യത്തൊഴിലാളികളാണ് വള്ളം മറിഞ്ഞ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30 മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന കഠിനംകുളം സ്വദേശി അത്തനാസിനെ പരുക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. മരിയനാട് സ്വദേശിയായ അരുൾദാസിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിൽ കൂടെ ഉണ്ടായിരുന്ന 2 പേർ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. ശക്തമായ തിരമാലകൾ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടവർ പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളാണെന്നാണ് വിവരം. അപകട സാധ്യത കൂടിയതോടെ മുതലപ്പുഴി വഴിയുള്ള മത്സ്യബന്ധനം മരിയനാട് സ്വദേശികൾ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ മരിയനാടും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ മാസം മാത്രം മരിയനാട് വള്ളം മറിഞ്ഞ് മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം 4 ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ സ്പോർട്സ് പവലിയന്റെയും ഫിറ്റ്നസ് സെന്ററിന്റെയും ഉദ്ഘാടനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ വോളിബോൾ ടീം അംഗവുമായിരുന്ന ജിമ്മി ജോർജിന്റെ പേരിലാണ് പവലിയൻ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത മാസം 22-ന് നടക്കുന്ന ഓൾ ഇന്ത്യ ചെസ് ടൂർണമെന്റിന് മുന്നോടിയായി നടക്കുന്ന ചെസ് എക്സിബിഷൻ മത്സരവും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ K രത്നാകരൻ കോളേജ് സ്ഥാപിതമായതിന്റെ 68ാം വാർഷികത്തിന്റെ പ്രതീകമായി 68 പേരോട് ഒരേ സമയം മത്സരിച്ചു. ഈ സ്ഥാപനത്തിന്റെ മഹത്തായ അതിന്റെ പിന്നിട്ട വഴിത്താരയിലെ ഏടുകൾ അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് തീർച്ചയായും എനിക്കിതിൽ വരാൻ ഏറ്റേറെ സന്തോഷമുണ്ടായത്. പക്ഷെ ഇന്ന് രാവിലെ ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒട്ടേറെ പരിപാടികളുടെ തുടക്കം കുറിക്കാൻ എനിക്ക് സാധിച്ചു. സംരംഭങ്ങളുടെ ഇനി ഒളിമ്പിക്സ് വാർത്തകളിലേക്ക്. സലാം പാരീസ്. ലോക കായിക മാമാങ്കത്തിന് വർണ്ണാഭമായ കൊടിയിറക്കം. പാരീസിലെ സ്റ്റാഡ് ദ ഫ്രാൻസ് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. കായിക താരങ്ങളുടെ പരേഡിൽ മനു ഭാക്കറും ശ്രീജേഷും ഇന്ത്യൻ പതാക വഹിച്ചു. പരേഡിന് ശേഷം ഒളിമ്പിക് പതാക കൈമാറൽ ചടങ്ങ് നടന്നു. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ഏഞ്ചൽസ് നഗരത്തിന്റെ മേയർ കരൺ ബാസിന് പാരീസ് മേയർ ആനി ഫിഡാൽഗോ പതാക കൈമാറി. ഹോളിവുഡ് താരം ടോം ക്രൂസ്, ബെൽജിയൻ ഗായിക ആഞ്ചലെ, അമേരിക്കൻ റോക്ക് സംഗീത ബാൻഡായ റെഡ് ഹോട്ട് ചില്ലി പെപ്പർ തുടങ്ങിയവരുടെ കലാപരിപാടികളും ആഘോഷരാവിന് മാറ്റുകൂട്ടി. 3 മണിക്കൂർ നീണ്ടുനിന്ന സമാപന ചടങ്ങിൽ 80,000-ഓളം പേരാണ് പങ്കെടുത്തത്. കായിക ലോകത്ത് ആവേശത്തിന്റെ ഉത്സവ കാഴ്ചകൾ തീർത്ത പാരീസ് ഒളിമ്പിക്സിന് കൊടിയിറങ്ങിയപ്പോൾ 6 മെഡലുകളുമായാണ് ഇന്ത്യൻ സഖ്യം പാരീസിൽ നിന്ന് മടങ്ങിയത്. 1 വെള്ളിയും 5 വെങ്കലവും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ നേട്ടം.
ശ്രീജേഷും മനു ഭാക്കറുമാണ് സമാപന ചടങ്ങിലുള്ള മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.